കൊങ്കൺ പാതയിലെ പെർണം റെയിൽവേ തുരങ്കത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതുമായ 10-ലധികം ട്രെയിനുകൾ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. നിയന്ത്രണം മലബാറിലെ യാത്രക്കാരെ കാര്യമായി ബാധിക്കും. ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിലാണ് കൊങ്കൺ പാതയിൽ മണ്ണിടിയുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തത്. ഇതോടെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ട്രാക്ക് സാധാരണ നിലയിലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. കേരളത്തിൽ നിന്നും ദീർഘദൂരങ്ങളിലേക്ക് പോകുന്ന 10 ട്രെയിനുകൾ ഈറോഡ് പൻവേൽ വഴി തിരിച്ചുവിട്ടു. 195-77 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്, 163-36 നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, 122-83 എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, 226-55 എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, 124-83 കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ്, 126-17 എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, 163-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ്, 221-49 എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ്, 126-17 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ്, 124-31 തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് തിരിച്ചുവിട്ടത്. ഇവയിൽ പലതും 10 മുതൽ 20 മണിക്കൂർ വരെ വൈകി ഓടുകയാണ്. വിവിധയിടങ്ങളിൽ നിന്നും മലബാർ വഴി തിരികെ എത്തേണ്ട 6 ട്രെയിനുകൾ ഈറോഡ് പൻവേൽ വഴിയാകും കേരളത്തിലേക്ക് തിരികെ എത്തുക. ആവശ്യത്തിന് ട്രെയിനുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന മലബാറിലെ യാത്രക്കാരെ നിയന്ത്രണം കാര്യമായി ബാധിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.